പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. പാർലമെന്റിന് പുറത്ത് എംപിമാർ പ്രതിഷേധിക്കുകയാണ്. തത്സമയ സംപ്രേഷണം കാണാം. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ഇരുസഭകളും ഇന്ന് 2 മണി വരെയാണ് പിരിഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് തുടങ്ങിയപ്പോൾ തന്നെ സഭകളിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സഭകൾ പിരിഞ്ഞിരിക്കുന്നു. 2 മണി വരെ പിരിഞ്ഞ പശ്ചാത്തലം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഏതായാലും ഇന്നലെ തുടങ്ങിയ പാർലമെന്റിലെ പ്രതിപക്ഷ ബഹളം ഇന്നും അതേ നിലയിൽ തുടരുന്നു എന്നത് നിർണായകമായ ഒരു കാര്യം കൂടിയാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. പ്രതിപക്ഷം ഒട്ടും പുറകോട്ട് പോകുന്ന ലക്ഷണമില്ല. കൃത്യമായി തന്നെ ഇന്നും പ്രതിപക്ഷ ബഹളത്തിന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമാണ്. നമുക്ക് മനു ഭരത് കൂടി നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരും. ഇന്നലെ നമുക്കറിയാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് മുന്നോട്ട് വെച്ചു. ഇന്ന് സമാനമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മനു, കേൾക്കാമെങ്കിൽ ഇന്നും പ്രതിപക്ഷ ബഹളം അത് പാർലമെന്റിനെ നടത്തിപ്പിന് സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, പുറത്തും അങ്ങനെ നടക്കുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധം ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. കാരണം ഇന്നലെ അമിത്ഷാ നടത്തിയ പ്രസംഗം ഇന്ന് വലിയ വിവാദമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കും എന്ന് ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ സൂചനകൾ ലഭ്യമായി. കാരണം ഇന്നലെ ഈ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ പ്രതിപക്ഷം ഇപ്പോൾ വല്ലാതെ അംബേദ്കറുടെ പേര് ഉപയോഗിക്കുകയാണ്. എപ്പോഴും അംബേദ്കർ 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 എന്ന് പറയുന്നു. അങ്ങനെ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം അവർ ഇപ്പോൾ ദൈവത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന് അമിത്ഷാ പറഞ്ഞു. ഇത് ഒരു കൈവിട്ട വാക്കായി പോയി. കാരണം BJP തന്നെ ഈ നെഹ്റുവിനെ എതിർക്കാനും രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ രാഷ്ട്രീയപരമായി നേരിടാനുമൊക്കെ അംബേദ്കറുടെ പേര് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിന് കഴിഞ്ഞ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതികരണത്തിനെതിരെ ശക്തമായ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമായിരുന്നു. ഇന്ന് സഭയിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അംബേദ്കറിനെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നീക്കമാണ് BJP നടത്തിയത്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി നടത്തിയത് എന്ന തരത്തിൽ വരുന്നു. അതിനെ തുടർന്നാണ് ലോക്സഭ 2 മണിവരെ നിർത്തിവെക്കാനുള്ള നീക്കം നടത്തുന്നു. ഒപ്പം അംബേദ്കറുടെ ചിത്രങ്ങളുമൊക്കെയായാണ്
എന്ന് പ്രതിപക്ഷം സഭയിൽ എത്തിയത്. അംബേദ്കറെ അപമാനിച്ചു എന്ന് ശക്തമായി ഒരു പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് അംഗീകരിക്കാൻ ആകില്ല എന്ന് പറയുകയും ചെയ്തു. ഒപ്പം ഈ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ ആകട്ടെ കോൺഗ്രസ് എം പിമാർ ഈ ചിത്രം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കി. അത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടവെച്ചു. കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു ആകട്ടെ കോൺഗ്രസ് ആണ് അംബേദ്കറെ അധിക്ഷേപിച്ചത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ആണ് അവർ അംബേദ്കറെ ഉപയോഗിച്ചത് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അംബേദ്കറിന് ഭാരതരത്നം നൽകുന്നത് BJP നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹവും രംഗത്ത് വെച്ചു. ഏതായാലും ഈ പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദങ്ങൾ ശക്തമായി തുടർന്ന സാഹചര്യത്തിലാണ് ഈ ലോക്സഭ 2 മണിവരെ പിരിയാനായി തീരുമാനിച്ചത്. ഇരു സഭകളും ഇപ്പോൾ തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇരു സഭകളും പിരിഞ്ഞിരിക്കുന്നു. 2 മണിവരെയാണ് ഇപ്പോൾ സഭകൾ നിർത്തിവെച്ചിരിക്കുന്നത്. പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയുമാണ്.